and welcome back to my channel. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഒരു ഹെയർ കെയർ ആണ്. എത്ര വെട്ടിയാലും മുടി തഴച്ച് വളരാനായിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും താരൻ, മുടി കൊഴിച്ചൽ, അകാല നര എല്ലാം തടഞ്ഞിട്ട് മുടി നല്ല കറുത്ത മുടിയും നല്ല സ്ട്രോങ് ഉള്ള നീണ്ട മുടി വളർത്തിയെടുക്കാനായിട്ട് ത്രിഫല എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ത്രിഫലനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫല എന്ന് പറയുന്ന ഈ ഒരു ഔഷധം അമൂല്യമാണ്. 3 പഴങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അമലാക്കി, ബിബിതാക്കി, ഹരിതാക്കി എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിന് ത്രിഫല എന്ന് പേര് വന്നത്. ഇത് പല ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പവർഫുൾ ആയിട്ടൊരു ഔഷധമാണ് ഈ ഒരു ത്രിഫല എന്ന് പറയുന്നത്. ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം ഇത് 3യും ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ത്രിഫലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇന്നും ആയുർവേദത്തിൽ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ DIYs എല്ലാം തന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ മണിക്കാൾ മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ ഹോം റെമഡി വന്നിട്ട് ത്രിഫല സ്പ്രിറ്റ്സ് ആണ്. ഇത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് താരൻ കംപ്ലീറ്റ് ആയിട്ട് കളയാനായിട്ടും അതുപോലെ തന്നെ നല്ല മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം 1 സ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ത്രിഫല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ത്രിഫല പൊടി നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ആയുർവേദ ഷോപ്പിലായാലും സൂപ്പർ മാർക്കറ്റിൽ വരെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈസിലി അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് തിളക്കാനായിട്ട് വിടണം. ഫുൾ ഫ്ലെയിം വെക്കാൻ പാടില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ആവും നമുക്ക് ഇത് 1 ഗ്ലാസ് എന്ന് പറയുന്നത് 1/4 ഗ്ലാസ് ആയിട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വിടുക. ഇത് നന്നായിട്ട് തണുക്കാൻ വിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരിച്ചെടുക്കുമ്പോൾ ബാക്കി ഉലുവ കിട്ടുമല്ലോ, അത് കളയൊന്നും വേണ്ട. നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അരിക്കുമ്പോൾ അതിൽ ചേർത്ത് അരച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് വായിലിട്ട് ചാവച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. എഡിബിളാണ്, നല്ലതും കൂടിയാണ് ഉലുവ കഴിക്കുന്നത്. അപ്പോൾ ഒന്നും വേസ്റ്റ് ആവില്ല നമുക്ക്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അതിൽ പിഴിഞ്ഞു കൊടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചെറുനാരങ്ങ നീര് ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് തലയോട്ടിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഹെയർ ഫാൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് 2-3 ദിവസത്തിൽ തന്നെ നമുക്ക് ഹെയർ ഫാൾ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകുന്നത് നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ മാറും. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്പ്രിറ്റ്സ് ആണ് ഈ ത്രിഫല സ്പ്രിറ്റ്സ് എന്ന് പറയുന്നത്. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തലയോട്ടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇത് നമുക്ക് ദിവസം വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം വിട്ട് ഒരു ദിവസം ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്താലും മതി. വളരെ പവർഫുൾ ആണ്, നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡാൻഡ്രഫിന് വളരെയധികം നല്ലതാണ്. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും വളരെയധികം നല്ലതാണ്. മുടി നല്ലപോലെ തഴച്ച് വളരാനായിട്ടും ഇത് സഹായിക്കും. ഇനി നമ്മുടെ അടുത്ത DIY എന്ന് പറയുന്നത് ത്രിഫല ഷാമ്പൂ ആണ്. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക. അതിനുശേഷം ഇത് ഞാൻ ഓൾറെഡി വീട്ടിൽ ഹോം മെയ്ഡ് ഷാമ്പൂ ഉണ്ടാക്കി വെച്ചതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഷാമ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും റീത്ത പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും. സോപ്പ് കായ എന്ന് പറയും, അല്ലെങ്കിൽ സോപ്പ് നട്ട് പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഹോം മെയ്ഡ് ഷാമ്പൂ ഉള്ളത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോപ്പ് നട്ട് പൗഡർ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ. പിന്നെ ഈ ഹോം മെയ്ഡ് ഷാമ്പൂവിൻ്റെ റെസിപ്പി വന്നിട്ട് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കാം. അതിനുശേഷം ഈ ആവശ്യത്തിന് ഈ പൊടി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1-2 സ്പൂണ് ത്രിഫല പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ത്രിഫല പൊടി നമ്മുടെ ഈ ഷാമ്പൂ ഹോം മെയ്ഡ് ഷാമ്പൂയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ഷാമ്പൂ അല്ലെങ്കിൽ സോപ്പ് നട്ടിൻ്റെ പൗഡർ എടുത്താലും മതി, അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സിനും നീളത്തിനും അനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തൈര് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തൈര് ചേർത്ത് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അതിൽ പത വരുന്നത് കാണാനായിട്ട് പറ്റും. സോപ്പിനിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത്. പേരിൽ തന്നെ ഉണ്ടാവും സോപ്പിനിട്ടെന്ന്. അപ്പോൾ സോപ്പിൻ്റെ അംശം ഉള്ളൊരു കായാണ് ഈ റീത്ത അല്ലെങ്കിൽ സോപ്പിനിട്ടെന്ന് പറയുന്നത്. നന്നായിട്ട് മുടി ക്ലെൻസ് ചെയ്യും. അതുപോലെ തന്നെ മുടിയിൽ ഒരു പ്രശ്നവും വരില്ല. ഡാൻഡ്രഫ്, മുടി കൊഴിച്ചൽ, അതുപോലെ തന്നെ സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഒന്നും തന്നെ വരില്ല. പിന്നെ നമ്മൾ ത്രിഫലയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഷാമ്പൂ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി നല്ല കറുത്ത മുടി നല്ല സ്ട്രോങ് ആയിട്ട് നീണ്ടു വളരാനായിട്ട് സഹായിക്കും. സ്കാൽപ്പിൽ ഒരു പ്രോബ്ലംസും തന്നെ വരാതിരിക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ത്രിഫല ഷാമ്പൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഹോം മെയ്ഡ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുക. ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാനും കെമിക്കൽ ഷാമ്പൂ യൂസ് ചെയ്യാറുള്ളൂ. അത് മൈൽഡ് ഷാമ്പൂസാണ് യൂസ് ചെയ്യാറുള്ളത്. മറ്റ് സമയങ്ങളിലെല്ലാം തന്നെ ഹോം മെയ്ഡ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഷാമ്പൂസിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ പകുതി മുടിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കുറയും. അപ്പോൾ നിങ്ങളും ഹോം മെയ്ഡ് ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഹെയർ പാക്ക് പോലെ തല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് തലയിൽ തന്നെ വിട്ടതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് പെട്ടെന്ന് കഴുകി കളയുന്നതിനേക്കാളും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്തത് വന്നിട്ട് നമ്മുടെ ത്രിഫല നമ്മുടെ സ്കിന്നിനും ഹെയറിനും എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിക്കാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ത്രിഫല ഡെയിലി വൈസിൽ കഴിക്കാനായിട്ട് പാടുള്ളൂ. അല്ല നിങ്ങൾ നോർമലാണെന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും ത്രിഫല സേഫായിട്ട് കഴിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കരണ്ടി എടുക്കുക. അതിൽ 1 സ്പൂണ് തേന് ചേർത്ത് കൊടുക്കുക. തേന് അല്ലെങ്കിൽ ഗീ, അതായത് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. തേനും ഗീയും രണ്ടും ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ തേൻ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ത്രിഫല പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് രാവിലെ എണീറ്റ ഉടൻ തന്നെ എംപ്റ്റി സ്റ്റമക്കിൽ, അതായത് വെറും വയറ്റിൽ നമ്മൾ ഡെയിലി കഴിക്കണം. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് നല്ലൊരു ഡീടോക്സിഫയർ ആയിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം പുറത്ത് തള്ളിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സത്തുകളെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഡെയിലി വൈസിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരാഴ്ചയിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും. സ്കിന്നിൽ നല്ല തിളക്കവും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോവും ഉണ്ടാവും. മുഖത്തിലുള്ള ചുളിവുകളും കൈകാലിലെ ചുളിവുകളും പാടുകളും ഒക്കെ മാറുന്നത് കാണാനായിട്ട് പറ്റും. മുഖക്കുരു അടുത്തേക്ക് തന്നെ വരില്ല. അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളെല്ലാം പോകാനായിട്ടും സഹായിക്കും. അതുപോലെ മുടീൻ്റെ കാര്യത്തിൽ മുടി നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് നല്ല കറുത്ത മുടി വളരാനായിട്ട്, അതും പെട്ടെന്ന് വളരാനായിട്ടും സഹായിക്കും. ഓവറോൾ ആയിട്ട് നല്ലൊരു ഹെൽത്ത് ടോണിക്കാണ് ഈ ഒരു ത്രിഫല ഇങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ തേനിൻ്റെ പകരം നെയ്യ് 1 സ്പൂൺ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. തേനും നെയ്യും രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ തേന് അല്ലെങ്കിൽ നെയ്യ്, അതിലേതെങ്കിലും ഒരു സമയത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതുമില്ലെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് തിളയ്ക്കുന്ന വെള്ളത്തിൽ, നല്ല ചൂട് വെള്ളത്തിൽ 1 സ്പൂൺ ത്രിഫല മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാം. അത് കുറച്ച് കഷ്ടമാണ്, നല്ല കയ്പ്പ് ഉണ്ടാവും, കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും വളരെ നല്ലത്. അടുത്ത റെമഡി വന്നിട്ട് അകാലനര ഉള്ളവർക്കും അകാലനര തടയാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. ത്രിഫല ഉപയോഗിച്ചിട്ടുള്ള എണ്ണയാണ് കാണാനിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും തലയിൽ തേക്കാനായിട്ട് എടുക്കുന്ന അളവ് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ത്രിഫല പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും എല്ലാം തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും തലയിൽ വിട്ടതിന് ശേഷം ഹോം മെയ്ഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. അപ്പോൾ ഈ ത്രിഫലയിൽ നമുക്ക് മെയിനായിട്ട് നെല്ലിക്കയും അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നെല്ലിക്ക എണ്ണ തനിയെ യൂസ് ചെയ്യുന്നത് അകാലനരയ്ക്ക് നല്ലതാണ്. ത്രിഫല എണ്ണയും സെയിം ഗുണങ്ങളാണ് തരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനലിനെ കുറിച്ച് പറയാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് തെറ്റാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് ഹെയർ കെയർ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.